അഷ്കർ എന്ന് പറയുന്ന പന്ന പൊലയാടി മോനെപ്പാലുള്ളവന്മാരൊന്നും ഈ പറയുന്ന ലോകത്തിന് ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാനായിട്ട് പാടില്ല. ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടുന്നതുകൊണ്ട് ഒരു രീതിയിൽ ആർക്കും ഒരു ഉപയോഗമില്ല. ആ കുഞ്ഞ് മരണപ്പെട്ടു, എനിക്കും അറിയാതെ. ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞ് തിരിച്ച് ജീവിച്ച് വരാനൊന്നും പോകുന്നില്ല. നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ആ കുഞ്ഞിന് വേണ്ടി ദുആ ചെയ്യാന്നുള്ളതാണ്. ഞാനും നമസ്കരിച്ചിട്ട് ദുആ ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ അമർഷം തീർക്കാനും ഒരു 2 കാര്യങ്ങൾ പറയാനും വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിനകത്ത് ഒന്നാമത്തെ കാര്യം, ഇപ്പോഴത്തെ രക്ഷിതാക്കളോടാണ് ഞാൻ ഈ മെയിനായിട്ട് സംസാരിക്കുന്നത്. അതായത് തന്തയില്ലായ്മ കാണിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഒലയ്ക്ക് തന്നെ ഇവനെയൊക്കെ അടിച്ച് തന്നെ വളർത്തണം. കാരണം ഈ അഷ്കർ എന്ന് പറയുന്ന ഇവൻ്റെ 1ാമത്തെ തവണയല്ല. ഇതിനു മുമ്പ് അവൻ കല്യാണം കഴിച്ച ഒരു പെണ്ണിനെയും അവൻ ക്രൂരമായിട്ട് അവൻ ഉപദ്രവിച്ചിട്ടുണ്ട്. അവരുടെ പേരൻസ് അത് പറഞ്ഞിട്ടുമുണ്ട്. 2ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ജനറേഷൻ കുറേ ഗ്ലോറിഫൈ ചെയ്ത് അവിഹിതത്തിന് കുറേ പേരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബെസ്റ്റി അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പ് അല്ലെങ്കിൽ വേറെന്താണ് അവനെ വേറെ കുറേ ഐറ്റം ഉണ്ടല്ലേ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കസിൻസോ ഫ്രണ്ട്സോ ഉള്ള സർക്കിളാണ് നിങ്ങളെങ്കിൽ നാളെ നിൻ്റെയൊക്കെ കുടുംബത്തിലും ഇതേപോലെ തന്നെ സംഭവിക്കും. ഈ ഒരു 2 കാര്യം ഞാൻ പറയുകയാണ്. പിന്നെ 3ാമത്, ഇന്ന് അവനെ തെളിവെടുപ്പിനായിട്ട് ആ വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് അവിടുത്തെ നാട്ടുകാർ പറ്റുന്ന രീതിയിൽ ആ പോലീസുകാരെ എല്ലാം താണ്ടിയിട്ടും അവനെ ആക്രമിക്കാനായിട്ട് ശ്രമിച്ച് കുറേ അവന് ഇരിക്കെ കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ള, ആദ്യം ഞാൻ ആ നാട്ടുകാർക്കൊരു കയ്യടി കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് പോലീസുകാരെ ഒരിക്കലും കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല. അത്രയും ക്യാമറയും മീഡിയ ന്യൂസും ചുറ്റും നിൽക്കുമ്പോൾ അവർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് നിയമം കയ്യിലെടുക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല. പക്ഷേ ഒന്നെനിക്ക് 100% ഉറപ്പാണ്, ഇത് കേരള പോലീസാണ്. ആ ജീപ്പിൽ കയറി വഴി തിരിയുന്ന ആ സെക്കൻഡിൽ തന്നെ അവന് നല്ല കുമ്പനിട്ടുള്ള ഇടി പോലീസുകാർ എന്നെ കൊടുത്തുകയാണ്. ഇനി നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ആ കുഞ്ഞ് എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടോ അതിൻ്റെ 10 ഇരട്ടി ഇവനൊക്കെ ആ ജയിലിൽ കയറുന്ന ആദ്യത്തെ ദിവസം തൊട്ട് അവൻ ജീവിച്ച് മരിക്കുന്ന കാലം വരെ അവനൊക്കെ നടയടിയായിട്ടും അല്ലാതായിട്ടും അവന് ചാവുന്നവരെ കിട്ടിക്കോളും. അപ്പം ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഈ കുഞ്ഞിൻ്റെ അമ്മയെ പറ്റി എനിക്കൊന്നും പറയാനില്ല. കാരണം കഴിഞ്ഞ 3 മാസമായിട്ട് ആ കുഞ്ഞിനായിട്ട് ഉപദ്രവിക്കുകയാണ്. 91 മുറിവുകളാണുള്ളത്. 51 മുറിവുകൾ പുറമെയും 40 മുറിവുകൾ ആ കുഞ്ഞിൻ്റെ ആന്തരിക അവയവങ്ങളിലും ഉണ്ട്. ഇത്രയൊക്കെ നടന്നിട്ടും ഈ കുഞ്ഞിനെ ഇവൻ്റെ മുമ്പിൽ ഇട്ട് കൊടുത്തിട്ട് ഈ ഡാൻസിനും പാട്ടിനും കൂത്തിനും പോയി ഇവളെയൊന്നും കുറിച്ച് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. പക്ഷേ ഇവളെയൊക്കെ വെച്ച് ഞാൻ പറയുകയാണ്, ഞാൻ ഈ പറയുന്ന മിസ്റ്റേക്ക് ആയിരിക്കാം, പക്ഷേ വേശികൾ അവരതിലും ഡീസൻ്റാണ്. ഒരുപാട് പ്രോസ്റ്റിറ്റ്യൂട്ട് ഒരുപാട് ഈ ലോകത്ത് കാണുമായിരിക്കും. പക്ഷേ അതിനകത്ത് കുറേ ഭാഗം ആൾക്കാർ സ്വന്തം മക്കൾക്ക് വേണ്ടി ശരീരം വിൽക്കുന്ന ആൾക്കാരാണ്. ഇവളെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവരെയൊക്കെ നമ്മൾ തൊഴുതയാണ് വേണ്ടുന്നത്. അപ്പം ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, വൃത്തികെട്ട മക്കളുണ്ടെങ്കിൽ അടിച്ച് തന്നെ ഇവനെയൊക്കെ വളർത്തണം. അതേപോലെ ഇപ്പോഴത്തെ ജനറേഷൻസിനെ ഈ അവിഹിതത്തിനെ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യവും, എത്ര വലിയ ന്യൂജൻ കൾച്ചർ എന്ന് പറഞ്ഞാലും ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ പോലീസുകാരായിക്കോട്ടെ നിയമമായിക്കോട്ടെ, ഇവൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്തു കൊടുക്കുക. ഇവനെപ്പോലുള്ളവന്മാർക്കൊക്കെയാണ് 3ാം മുറ പ്രയോഗിക്കേണ്ടുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് കേരള പോലീസും ഇവിടെയുള്ള നിയമവും അതിന് വേണ്ടുന്ന രീതിയിലുള്ള തീരുമാനങ്ങളും നടപടി എടുക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്.